ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു ബെറിയപ്പം ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ മിൽക്കി മിസ്സിൻ്റെ തൈരാണ് എടുത്തിരിക്കുന്നത്. അതാകുമ്പോൾ നല്ല കട്ടത്തൈരാണ്, അധികം പുളിയില്ല. അപ്പോൾ അതിൻ്റെ കൂടെ സ്ട്രോബെറി ക്രഷും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കോൺഫ്ലെക്സാണ്. പിന്നെ കുറച്ച് നട്ട്സും ബദാമും കൂടെ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 ഗ്ലാസും അത് ഇട്ട് കൊടുത്തു. ഇനി നമ്മുടെ ക്രഷും കേർഡും കൂടെ മിക്സ് ചെയ്തില്ലേ, അത് ഓരോ ഗ്ലാസ്സുകളിലേക്കും ഇട്ട് കൊടുക്കുകയാണ്. പുറകിൽ നിന്ന് ഒരാൾ വിളിച്ച് പറയുന്നുണ്ട്, എൻ്റെ ഗ്ലാസ്സിൽ എല്ലാം ഇത്തിരി കൂടുതൽ വേണമെന്ന്. അങ്ങനെ ഒരു ഗ്ലാസ്സിൽ ഇത്തിരി കൂടുതൽ വേണം, അതും നടത്തുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഇനി വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നത് സ്ട്രോബെറിയുടെ ക്രഷ് നേരെ ഒഴിച്ചു കൊടുക്കുകയാണ്. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. നല്ല മധുരവും പുളിയും ഒക്കെ ചേർന്ന് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ബെറിയപ്പാണ്. നിങ്ങൾക്കൊക്കെ വീട്ടിലുണ്ടാക്കാം. ഇതിൻ്റെ അകത്തൊരു ചെറിയ പാളിച്ച പറ്റിയിട്ടുണ്ട്, അതെന്താണെന്ന് ഞാൻ അവസാനം പറയാവേ. അപ്പോൾ ക്രഷ് ഒഴിച്ചു കൊടുത്തു. ഇനി ക്യാമറയുടെ ഐസ്ക്രീമാണ്, അത് ഇട്ട് കൊടുത്തു. അപ്പോഴും പറയുന്നുണ്ട് പുറകിൽ നിന്ന്, എൻ്റെ ഗ്ലാസ്സിൽ കൂടുതൽ ഐസ്ക്രീം. ഓക്കെ, അതിലും കൂടുതൽ ഇട്ട് കൊടുത്തു. അങ്ങനെ ഐസ്ക്രീമൊക്കെ ഇട്ട് കൊടുത്തു. 3 ഗ്ലാസും ഐസ്ക്രീം ഇട്ട് നിറച്ചു. വീണ്ടും നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു ചെറിയ സ്പൂൺ സ്ട്രോബെറിയുടെ ക്രഷ് ഇട്ട് കൊടുത്തു. വീണ്ടും നട്ട്സൊക്കെ ഇട്ട്, പിന്നെ വീണ്ടും ലാസ്റ്റ് ഗ്ലാസ്സിലേക്കിട്ട് കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്. കണ്ടോ, 3 ഗ്ലാസ് റെഡിയായി. ഇനി ഇത് ഇങ്ങനെയല്ലല്ലോ, നേരെ മറിച്ച് വയ്ക്കുകയാണ് ഒരു ഗ്ലാസ്സിലേക്ക്. കണ്ടോ, ഇങ്ങനെ വെച്ച് എടുക്കണം. ഈ തിരിച്ചെടുത്തപ്പോഴേ പോരാൻ ഇത്തിരി പാടായിരുന്നു, കാരണം താഴെ കോൺഫ്ലെക്സ് ഇട്ട് കൊടുക്കണ്ടായിരുന്നു. പെട്ടെന്ന് മറന്നുപോയി, ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതായിരുന്നു. പിന്നെ വന്നു പെട്ടെന്നൊരു സ്പൂൺ കൊണ്ട് റെഡിയാക്കി. പക്ഷേ എന്തായാലും സാധനം സൂപ്പറാണ്, ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പെട്ടെന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം പറയണം. അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.